ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ്. ഓക്കെ, പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. ന്യൂ സിലബസാണ് 2024 മാറിയ ബുക്ക് കേട്ടോ. അപ്പോൾ ഏതാണ് ചാപ്റ്റർ 4 ആയ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ. ഓക്കെ, വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എന്തിനാണ്? നമുക്ക് എന്താണ് തണുപ്പിനും ചൂടിനും അല്ലേ ഒക്കെ എന്താണ് സംരക്ഷണം പ്രൊട്ടക്റ്റ് ചെയ്യാനാണിത് ഈ ഡ്രസ്സ് അല്ലേ. ഇപ്പോൾ കാണുന്ന നമ്മളെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് ചുരിദാർ, ജീൻസ്, ടോപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഉണ്ടായി വന്നാണോ? പണ്ടുള്ള മനുഷ്യരൊക്കെ ഇതാണ് ഉപയോഗിച്ചിരുന്നത്? അല്ല അല്ലേ. പണ്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ആദ്യം ഡ്രസ്സില്ലായിരുന്നു അല്ലേ. പിന്നെ അവരെന്താക്കി ഈ മരത്തിൻ്റെ ഇലകൾ കൊണ്ടും പിന്നെന്താണ് ഈ മൃഗങ്ങളെ തോല് കൊണ്ടൊക്കെ അവർ ഡ്രസ്സ് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. പിന്നെയാണ് എന്ത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡ്രസ്സിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ. അപ്പം നോക്കാം നമുക്ക് എന്താ ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു കുഞ്ഞു വാവുണ്ട് അല്ലേ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? പാരറ്റ് ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരു ഷീപ്പ് ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ ടോർട്ടോയ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഒബ്സർവ് ദിസ് പിക്ചർ. How these living beings survive situations like extreme heat, unbearable cold, etc. അവർ ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരെ കണ്ടു അല്ലേ. ഈ ജീവജാലങ്ങൾ എന്താണ് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഹീറ്റ് ഉണ്ടാവും അല്ലേ, കടുത്ത ചൂട്, പിന്നെ അതുപോലെ അൺബിയറബിൾ കോൾഡ് അല്ലേ, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? അപ്പോൾ പാരറ്റ് എങ്ങനെയാണ്? അതിൻ്റെ ഫെദറിനോട് അല്ലേ. പിന്നെയോ ഗോട്ടോ അതിൻ്റെ ഫർ കൊണ്ട് അല്ലേ. പിന്നെയോ ടോർട്ടോയ്സ് എങ്ങനെയാണ്? അതിൻ്റെ ആ പുറത്തുള്ള ആ ഷെല്ല് കൊണ്ടുമാണ് എന്ത് ഇതൊക്കെ ഈ സിറ്റുവേഷനൊക്കെ എന്താക്കണത്, തരണം ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. Fur of goat, feathers of parrot and tortoises shall provide protection like a clothing in unfavorable weather conditions. Have you ever thought about the way in which humans face such situations? എന്താണ് പറഞ്ഞേ? ആടിൻ്റെ ആ ഫർ അല്ലെ, രോമാവരണവും അതുപോലെ എന്താണ് ഈ പാരറ്റിൻ്റെ ഫെദർ അല്ലെ, തൂവലുകളും, പിന്നെ പാരറ്റ് പറഞ്ഞാൽ എന്താ തത്ത അല്ലെ, അതിൻ്റെ തൂവലുകളും, പിന്നെ അതുപോലെ ടോർട്ടോയ്സിൻ്റെ ഷെല്ലിലെ ആമയുടെ പുറന്തോട് ആണെന്ത് ഈ അൺഫേവറബിൾ വെതർ കണ്ടീഷൻസ് അല്ലെ, പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ എന്താണ് ഇതൊക്കെ സംരക്ഷണം നൽകുന്നത് അല്ലെ, ഒരുക്കുന്നത് അല്ലെ. അതായത് ആടിൻ്റെ ഫെറ്, തത്തേൻ്റെ തൂവല്, ആമേൻ്റെ പുറന്തോടൊക്കെയാണ് എന്ത് ഒരു വസ്ത്രം പോലെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട് അല്ലെ. എന്നാൽ ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻസ് ഫേസ്ഡ് സച്ച് സിറ്റുവേഷൻസ്? മനുഷ്യന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? The clothing needed for humans had to shaped with the materials available in nature അല്ലേ. അപ്പോൾ മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എന്താണ്? നമ്മൾ നേച്ചറിൽ നിന്നല്ലേ, പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു അല്ലേ. മറ്റേ മൃഗങ്ങൾക്കൊക്കെ എന്താ പ്രകൃതി തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ മനുഷ്യന്മാരെന്താക്കി പ്രകൃതിയിൽ നിന്ന് കണ്ട് ഉണ്ടാക്കേണ്ടി വന്നു അവർക്ക് അല്ലേ. വാട്ട് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഡീറ്റെയിൽസ്. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ് അല്ലെ, തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ചൂടിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ് അല്ലെ, പ്രാണികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. പിന്നെ എന്തിനൊക്കെ നിന്നാണ് ഈ ക്ലോത്ത് നമ്മളെ സംരക്ഷിക്കുന്നത്? എന്തിനൊക്കെ നിന്ന്? റെയിൻ, പ്രൊട്ടക്ഷൻ ഫ്രം റെയിൻ. അപ്പോൾ റെയിൻ കോട്ട് ഇട്ടാൽ മതി അല്ലേ. പിന്നെ എന്താന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ദ ക്ലോത്തിങ് വി യൂസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. ലെറ്റ്സ് സീ ഹൗ വി അറൈവ്ഡ് അറ്റ് ദ ഡിസൈൻ ഓഫ് ദ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് വി യൂസ് ടുഡേ. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്ത് ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലേ, ചരിത്രമുണ്ട്. എന്താണ് ഇന്ന് ഉപയോഗിക്കുന്ന നമ്മളെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം കണ്ടോ? ഇവരൊക്കെ ഇട്ടിരിക്കുന്ന എന്താണ്? മരത്തിൻ്റെ തോലാണ് അല്ലേ ഇയാളിട്ടത്. ഇവര് മരത്തിൻ്റെ തോല് അല്ലേ, ഇത് മരത്തിന്റെ തോല്, ഇത് മരത്തിന്റെ ഇല അല്ലെ, ഇതോ എന്താണ് മൃഗങ്ങളെ തോല് വെച്ചിട്ട് അല്ലെ. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്? പണ്ടുള്ള മനുഷ്യർ അല്ലെ എന്തെല്ലാം വസ്തുക്കളാണ് ഈ പണ്ടുള്ള ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? ബാർക്ക് ഓഫ് ട്രീസ് അല്ലെ, മരത്തിന്റെ ബാർക്ക് അല്ലെ, തോല് അല്ലെ, മരവുരി എന്ന് പറയും. പിന്നെ ലീവ്സ് ഓഫ് ട്രീസ് അല്ലെ, പിന്നെ എന്താ
ആനിമൽ സ്കിൻ അല്ലേ, ഇതൊക്കെയാണെന്ത് പണ്ടുള്ള ആൾക്കാർ എന്താണ് ഡ്രസ്സായിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഹ്യൂമൻസ് used the materials they got from their surroundings as clothing when they lived by hunting. എന്താണ് പറഞ്ഞത്, ഈ ഹണ്ട് ചെയ്തിട്ട് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് എന്താണ് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നത് മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. ദേ യൂസ്ഡ് ഗ്രാസ്, എന്താണ് അവർ പുല്ല്, പിന്നെ ബാർക്ക് ഓഫ് ട്രീസ്, എന്താണ് മരകുരി എന്ന് പറയില്ലേ, മരത്തിൻ്റെ തോല്, ആൻഡ് ഹൈഡ്, എന്താണ് ആനിമൽ സ്കിൻ, എന്താണ് ഈ മൃഗങ്ങളുടെ തോല് അല്ലേ, ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്, ഇതൊക്കെ ഉപയോഗിച്ചായിരുന്നു അവർ ഡ്രസ്സ് ഉണ്ടാക്കിയത് അല്ലേ, വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ horn and bone of animals were used as needles and tools to make clothes. During the period when polished stones were used as weapons, stone needles helped to sew clothes. തുന്നാൻ ഉപയോഗിച്ചില്ല. They also made clothes by cleaning and softening animal skin and fur. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പണ്ടുള്ള ആൾക്കാർ എന്താണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങൾ എന്താണ് പുല്ല്, ഇലകൾ, മരത്തോലൊക്കെ വെച്ചിട്ട് മൃഗങ്ങളുടെ തോലൊക്കെ വെച്ചിട്ടായിരുന്നു എന്ത് ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ. അപ്പം ഇവർക്ക് സൂചി തുന്നാൻ വേണ്ടേ, അപ്പം മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനുസപ്പെടുത്തി. എന്നിട്ട് മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എന്താണ് വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. അന്ന് കൽസൂചി കല്ലെന്താക്കി ഇങ്ങനെ മിനുസപ്പെടുത്തി സൂചിയാക്കി മാറ്റി. അപ്പം അന്ന് കൽസൂചി സഹായിച്ച്. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ എന്താണ് വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. മൃഗങ്ങളുടെ തോലും രോമമൊക്കെ എന്താക്കി വൃത്തിയാക്കി മയപ്പെടുത്തിയിട്ട് എന്താക്കി അവർ വസ്ത്രങ്ങളാക്കി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ഈ ഹണ്ട് ചെയ്തിരുന്ന കാലത്ത് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ എന്താക്കി വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോല് അല്ലെ, മരത്താല്, പിന്നെന്താണ് മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ച് എന്താണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് വസ്ത്രങ്ങൾ തുന്നുന്നതിന് അവരെന്താ ഉപയോഗിച്ചത്, കൽസൂചിയാണ് അല്ലെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് പോളിഷ്ഡ് സ്റ്റോൺസ് അല്ലേ, അവരുപയോഗിച്ചിരുന്നത് എന്താണ് കൽസൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ എന്താക്കി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടാണ് മയപ്പെടുത്തിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി അവർ വസ്ത്രമാക്കിയിരുന്നു. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഇതാണ് എന്തായാലും സ്റ്റോൺ നീഡിൽ കേട്ടോ. ഓക്കെ, ദെൻ ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? അപ്പം ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരുന്നു കാരണം? അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ, വസ്ത്രങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഇതൊന്നും അന്ന് ഇല്ലായിരുന്നു അല്ലേ. ദെൻ ടുവാർഡ്സ് വീവിങ്, എന്താണ് ടുവാർഡ്സ് വീവിങ്, നെയ്ത്ത് വിദ്യയിലേക്ക് അല്ലേ. ഇൻ ദ ഏർലി ഡേയ്സ് ഫൈബേഴ്സ് കളക്റ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് വെർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. എന്താണ് ഈ പണ്ടൊക്കെ എന്താണ് പണ്ടുള്ള ഇതിലൊക്കെ എന്താണ് ഈ ഫൈബേഴ്സ് കളക്ട് ചെയ്തിരുന്നത് എന്താണ് ചുറ്റുപാടിൽ നിന്നായിരുന്നു അല്ലേ, എന്നിട്ടാണ് ഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നത് അല്ലേ. ചുറ്റുപാടിൽ നിന്ന് ശേഖരിച്ച ഈ ഫൈബേഴ്സ് നാരുകളാണെന്ത് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. നമ്മളെ ചുറ്റുപാടിൽ നിന്ന് ശേഖരിച്ച ഈ നാരുകളാണെന്ത് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഫൈബേഴ്സ് വെർ കമ്പൈൻഡ് ആൻഡ് സ്പൺ ടു മേക്ക് ലോങ് യാൺസ്. വേവിംഗ് is the technique of making cloth with these yarns. എന്താണ് ഈ നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്, വീവിംഗ് എന്ന് പറയുന്നത്. എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലാക്കും. ഓക്കെ, ലോങ് യാൺസ് ആക്കും. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്ത് വീവിംഗ് എന്ന് പറയുന്നത് കേട്ടോ, നെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി ക്ലോത്തിങ് ഇൻ ദ ഇൻഡസ് വാലി, എന്താണ് സിന്ധു നദീതടത്തിലെ അവിടുത്തെ ഇൻഡസ് വാലിയിലുള്ള ഡ്രസ്സ് അല്ലേ, എന്താ നോക്കാം. ദ ഇൻഡസ് വാലി വാസ് ആൻ ഏൻഷ്യന്റ് റിവർ വാലി സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഫ്രം ദ അവൈലബിൾ എവിഡൻസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി മെയ്ഡ് ക്ലോത്തിങ് ഫ്രം കോട്ടൺ ആൻഡ് വൂൾ. ദ ഡ്രസ്ഡ് സ്റ്റാച്യൂസ് എക്സ്കവേറ്റഡ് ഫ്രം ദർ റിഫ്ലക്ട് ദ clothing styles of the people. It is believed that cotton was traded from here to other regions. എന്താണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണെന്ത് ഈ ഇൻഡസ് റിവർ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡസ്
ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. ഇപ്പോൾ ലഭിച്ച ആ തെളിവുകൾ വെച്ച് അന്നുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? ഈ പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലെ. അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ലഭിച്ചിരുന്ന ഒരു സ്റ്റാച്യൂസിനൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് കണ്ടത് അല്ലെ. അപ്പൊ അവിടുത്തെ ആ ജനത ഈ വസ്ത്രധാരണ രീതിയെ ആണ് ഈ പ്രതിമയിൽ പ്രതിഫലിച്ചത് അല്ലെ. ഓക്കെ, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഡ്രസ്സ് ഈ പരുത്തിയും കമ്പിളിയും ഒക്കെ നിർമ്മിച്ചിരുന്നതായിട്ട് നമുക്ക് പറയാം അല്ലെ. അതിന് അവിടെ നിന്ന് ലഭിച്ച ഈ ഡ്രസ്ഡ് സ്റ്റാച്യൂസ് ഉണ്ടല്ലോ, കുപ്പായിട്ട പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെ. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് കോട്ടൺ വാസ് ട്രേഡഡ് ഫ്രം ഹിയർ ടു അതർ റീജൻസ്. ഇവിടെ നിന്ന് ഈ കോട്ടൺ മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. ഓക്കെ, ദെൻ gradually the technique of weaving became more developed. In the early days, clothes were made by hands using yarns from cotton and jute. They realized that clothes woven from yarns were better than animal skin. This led to spread of woven clothes. The method of making cloth using wooden looms വാസ് ഡെവലപ്ഡ് ലേറ്റർ. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ അല്ലെ, വീവ് ചെയ്യുന്ന വിദ്യ കണ്ടുപിടിച്ചില്ല, വികാസം പ്രാപിച്ചില്ല. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ഈ ജൂട്ടിൽ നിന്നാണ് എന്താക്കിയിരുന്നത്. ആദ്യകാലത്ത് കോട്ടണിൽ നിന്നും ജൂട്ടിൽ നിന്നുമായിരുന്നത് ഈ നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മിഷനൊന്നും അന്നില്ല അല്ലെ, കൈകൾ കൊണ്ട് മാത്രമാണ് ഈ തുണി നിർമ്മിച്ചിരുന്നത്. പിന്നെ മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഈ നൂല് കൊണ്ട് നെയ്തെടുത്ത ഡ്രസ്സ് എന്ന തിരിച്ചറിവ് ഈ നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കി അല്ലെ. ഈ മൃഗങ്ങളുടെ തോലൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ നല്ലത് ഈ നെയ്തെടുക്കുന്ന അങ്ങനത്തെ തുണികളുണ്ടല്ലോ, അതാണ് നല്ലത് എന്നുള്ള തിരിച്ചറിവ് ഇത് വസ്ത്രങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണമായി അല്ലെ. മരം കൊണ്ട് നിർമ്മിച്ച തറകൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മരം കൊണ്ട് നിർമ്മിച്ച ഈ തറി അല്ലെ, വുഡൻ ലോംസ് അത് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. ദ ഇൻക്രീസ് ഇൻ ദ നീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് എക്യുപ്മെന്റ്. ദിസ് ഹെൽപ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വീവിംഗ്. കണ്ടോ, അത് നെയ്ത്തിലൂടെ സ്പീഡ് അല്ലെ കൂടുതലായി അല്ലെ, കൂടുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഹാൻഡ്ലൂം ക്ലോത്ത്സ് ആർ ക്ലോത്ത്സ് വോവൺ ഓൺ ഹാൻഡ്ലൂം യൂസിങ് യാൺസ്. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു അല്ലെ. മനുഷ്യന്മാർക്ക് വസ്ത്രങ്ങൾ കൂടുതലായി വേണ്ടി വന്നു അല്ലെ. അപ്പൊ ഈ നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇതെന്താക്കി ഈ നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു അല്ലെ. ദ സ്പീഡ് ഓഫ് വീവിംഗ് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു ഈ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി അല്ലെ. നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. നൂൽ ഉപയോഗിച്ച് ഈ കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, ആൻഡ് ഏർലി സ്പിന്നിങ് മെഷീനാണിത് കേട്ടോ. ആദ്യകാല നൂൽനൂൽപ്പ് യന്ത്രവും പിന്നെ ഹാൻഡ്ലൂം അല്ലെ, കൈത്തറി. ഓക്കെ, ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് manufacturing. Clothes were colored with a dye made from indigo plant. The technique of weaving became more popular over the years. ഈ ഫീൽഡ് ഓഫ് കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി അല്ലെ. ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം അല്ലെ. ഈ ഹാൻഡ്ലൂമിന്റെ കണ്ടുപിടുത്തം എന്തായി ഈ വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി അല്ലെ. ഈ ഇൻഡിഗോ ചെടിയിൽ നിന്നുണ്ടാക്കിയ സായം കൊണ്ട് ഡ്രസ്സുകൾക്കൊക്കെ നിറം നൽകി. കാലക്രമേണ ഈ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. ഓക്കെ, ദെൻ കോട്ടൺ കണ്ടോ, കോട്ടൺ ഉണ്ടാക്കുന്ന അതിനടുത്ത് പഞ്ഞി പോലാക്കി പിന്നെ നൂലാക്കുക അല്ലേ. അപ്പോൾ കോട്ടൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ് ഓൾ ഓവർ ദ വേൾഡ്. കോട്ടൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ടു യാൺസ് ആൻഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ്. കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ഏൻഷ്യൻ ടൈംസ്. എന്താ അവിടെ പറയുന്നത്? ഈ കോട്ടന് ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈ കോട്ടൺ അല്ലേ. ഈ കോട്ടൺ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഈ പഞ്ഞി എന്താക്കുക, നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കോട്ടൺ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഈ കോട്ടൺ എന്താക്കുകയാണ്, നൂലാക്കിയിട്ട് അല്ലേ. കോട്ടൺ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന
പഞ്ഞി എന്താണ് നൂലാക്കിയിട്ട് അല്ലേ, നൂലാക്കിയിട്ടാണ് എന്താക്കുന്നത് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈ പണ്ട് മുതലേ പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ ഈ കോട്ടൺ കൃഷി ചെയ്തു വന്നിരുന്നു. ഏൻഷ്യൻ ടൈംസിൽ എന്താണ് ഈ കോട്ടൺ എന്താണ് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി എന്താണ് ജൂട്ടാണ് കേട്ടോ. ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ജൂട്ട് പ്ലാന്റ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫൈബർ. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ജൂട്ട് കൾട്ടിവേഷൻ ഈസ് ഓൺ ദ ഫെർട്ടൈൽ ബാങ്ക്സ് ഓഫ് ദ റിവർ ഗംഗ in India. Large quantities of jute were taken from India by foreigners for the textile industry. എന്താണ് പറയുന്നത് ഇവിടെ ഈ ജൂട്ട് അല്ലെ, ജൂട്ടിന് എന്താ ചണം എന്ന് പറയും കേട്ടോ. ഇപ്പൊ ഈ ജൂട്ട് ചെടിയിൽ നിന്നാണ് എന്ത് ഈ ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണെന്ത് ഈ ജൂട്ട് എന്ന് പറയുന്നത്. ലോകത്ത് ജൂട്ട് കൃഷിയുടെ ഭൂരിഭാഗവും എന്താണ് ഇന്ത്യയിലെ ഈ ഫലഭൂയിഷ്ഠമായ ഈ ഗംഗാ തീരത്താണ് ഉള്ളത്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി എന്താണ് ഈ ജൂട്ട് കൊണ്ടുപോയിരുന്നു. തുണിന്റെ ആവശ്യത്തിനായി വിദേശികൾ എന്താണ് ഫോറിനേഴ്സ് ഇവിടുന്ന് ഈ ജൂട്ട് കൊണ്ടുപോയിരുന്നു. ദെൻ ഇൻഡിഗോ. In the early days, a dye made from the indigo plant was used to color clothes. Later, various pigments were mixed with the indigo to make different colors. എന്താണ് ഈ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഈ ചെടിയാണ് അല്ലേ. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഈ ഇൻഡിഗോ ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഈ ഇൻഡിഗോയിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് എന്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറയുന്നത്. ദർ ആർ മെനി ഹാൻഡ്ലൂം സെന്റേഴ്സ് ഇൻ കേരള ടു. ബാലരാമപുരം ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, കൂതംപുള്ളി ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആൻഡ് കണ്ണൂർ ആർ മേജർ ഹാൻഡ്ലൂം സെന്റേഴ്സ്. എന്താണ് നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി ഹാൻഡ്ലൂം കേന്ദ്രങ്ങളുണ്ട് അല്ലെ. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. അപ്പൊ കേരളത്തിലെ പ്രധാന എന്താണ് ഹാൻഡ്ലൂം സെന്റേഴ്സ് ഏതൊക്കെയാണ്? ബാലരാമപുരം ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, കൂത്താമ്പുള്ളി ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആൻഡ് കണ്ണൂർ. ഇതൊക്കെ എന്താണ് മേജർ ഹാൻഡ്ലൂം സെന്റേഴ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഹാൻഡ്ലൂം ക്ലോത്തിങ്. ഓക്കെ, ദ പ്രോഗ്രസ് ഇൻ സയൻസ് has led to the invention of new machines in the field of cloth manufacturing. The spinning jenny seen in the picture is one such machine. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. നമ്മുടെ ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിലൊന്നാണ്. നമ്മളിപ്പോൾ കൈത്തറിയും ഇതൊക്കെ കണ്ടെങ്കിൽ നൂലുണ്ടാക്കുന്ന ഈ പഞ്ഞീന്ന് നൂല് വേർതിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അല്ലെ. പഞ്ഞീനോട് നൂലുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ സ്പിന്നിങ് ജെന്നി വന്നപ്പോൾ അത് എളുപ്പമാക്കി അല്ലെ. ദ സ്പിന്നിങ് ജെന്നി വാസ് ഇൻവെന്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ്. ദ ഹാൻഡ്മെയ്ഡ് യാൺ പ്രൊഡക്ഷൻ വാസ് നോട്ട് ഇനഫ് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അറ്റ് ദാറ്റ് ടൈം. The invention of the spinning jenny accelerated the production of yarn. എന്താണ് ഈ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ഈ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. കുറേ നേരം പണിയെടുക്കണം അല്ലെ. കൈകൊണ്ട് ഇങ്ങനെ നൂലിങ്ങനെ പിരിച്ചിതാക്കണമെങ്കിൽ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയൂല്ല ഈ ആൾക്കാരുണ്ടാക്കിയിട്ട്. അപ്പൊ എന്താക്കി സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം എന്താക്കി നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. ഓക്കെ, അപ്പൊ സ്പിന്നിങ് ജെന്നി എന്താണ് നൂല് ഉണ്ടാക്കുകയാണ് അല്ലെ. സ്പിന്നിങ് ജെന്നിയിൽ ആ നൂലുണ്ടാക്കിയ ഈ കൈത്തറിയിൽ ഇട്ടിട്ടാണ് എന്ത് തുണികളാവുന്നത്. ഓക്കെ, ദ റൈസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ക്ലോത്തിങ്. ന്യൂ മെഷീൻസ് became a part of weaving. It reduced the human effort. The handloom was later replaced by the power loom. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ കുറെ ഡ്രസ്സ് വേണമല്ലോ അല്ലെ. പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യ പ്രയത്നം കുറച്ച് അല്ലെ. മനുഷ്യന്മാരിങ്ങനെ പ്രയത്നം എന്താക്കി കുറച്ച് എന്താക്കി ഈ മെഷീൻസ് ഒക്കെ അത് ചെയ്യാൻ തുടങ്ങി അല്ലെ. ഈ കൈത്തറിയുടെ സ്ഥാനത്ത് എന്താക്കി യന്ത്രത്തറി വന്നു അല്ലെ. ഈ കൈത്തറിയുടെ സ്ഥാനത്ത് എന്താക്കി പവർ ലൂം വന്നു. ഹാൻഡ്ലൂമിന്റെ സ്ഥാനത്ത് പവർ ലൂം വന്നു. പവർ ലൂം എന്താ നോക്കിയേ. എന്താണ് പവർ ലൂം വാസ് ഇൻവെന്റഡ് ബൈ എഡ്മണ്ട് കാർട്ട്റൈറ്റ്.
അല്ലെ കാർട്രൈറ്റ്. ദ പവർ ലൂം ഈസ് ഓപ്പറേറ്റഡ് ഐദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ സം അതർ എനർജി സോഴ്സ്. ഈ പവർ ലൂം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി സോഴ്സ് വേണം. എ പവർ ലൂം ക്യാൻ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് മച്ച് ഫാസ്റ്റർ ദാൻ എൻ ഹാൻഡ് ലൂം അല്ലേ, ദാൻ എൻ ഹാൻഡ് ലൂം അല്ലേ. എന്താണ് പറയുന്നത്, ഈ കണ്ടുപിടിച്ച ആരാണ്, എഡ്മണ്ട് കാർട്രൈറ്റ് ആണ് ഈ പവർ ലൂം കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും എന്താണ് എനർജി സോഴ്സ് എന്താക്കണം, അതിൻ്റെ സഹായത്താലാണിത് കൈത്തറി പ്രവർത്തിക്കുക. കറണ്ട് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ എന്താണ് ഈ പവർ ലൂമിന് കഴിയും. ഓക്കെ, ദെൻ മെക്കനൈസ്ഡ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ഇത് നോക്കിയാൽ എന്താണ്, യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണം അല്ലേ അവിടെ. ദ യൂറോപ്യൻസ് ട്രാവൽ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ്സ് ടു സെൽ ദ ക്ലോത്ത്സ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് മെക്കനൈസേഷൻ. ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് ദേ റീച്ച്ഡ് ഇന്ത്യ ഓൾസോ. ദേ ടുക്ക് ദ റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രം ഇന്ത്യ ടു യൂറോപ്പ്. Clothes they produced there with the help of machines were sold in India. എന്താണ് ഈ മെക്കാനൈസേഷന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ എന്താണ് കമ്പോളങ്ങൾ തേടി ഈ യൂറോപ്യൻ എന്താക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ എന്താക്കി അവർ ഇന്ത്യയിലും എത്തി. ഈ തുണി വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ നിന്ന് അവർ എന്താക്കി യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച ആ തുണികൾ എന്താക്കി ഇന്ത്യയിലെത്തി വിറ്റഴിച്ചു അല്ലേ. അപ്പോൾ ഈ യൂറോപ്യന്മാർ എന്താണ് ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ സ്ഥലത്തേക്ക് വിൽക്കാൻ കൊണ്ടുപോയി അല്ലേ. അങ്ങനെ പോകുന്നിടയ്ക്ക് ഇന്ത്യയിലെത്തിയപ്പോൾ അവരെന്താക്കി ഇന്ത്യയിലും വിറ്റു അല്ലേ. അവർ അവിടെ ഇന്ത്യയിൽ നിന്ന് പിന്നെ എന്താണ് അവിടുന്ന് എന്താക്കി ടെക്സ്റ്റൈൽസിന് ആവശ്യമുള്ള ഈ റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് യൂറോപ്പ് കൊണ്ടുപോയിട്ട് അവരെന്താക്കി മെഷീൻസിന്റെ സഹായത്തോടു കൂടി ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ തന്നെ വിറ്റഴിച്ചു അല്ലേ. ആര്, ദ യൂറോപ്യൻസ്. ആരാണ് ഈ യൂറോപ്യൻസ്? യൂറോപ്പ് ഈസ് വൺ ഓഫ് ദ 7 കോണ്ടിനെന്റ്സ്. എന്താണ്, ഭൂമിയിലെ 7 കോണ്ടിനെന്റ്സിൽ ഒന്നാണ് എന്ത് യൂറോപ്പ് അല്ലെ. ഈ ദ പീപ്പിൾ ഓഫ് ദിസ് കോണ്ടിനെന്റ് ആർ കോൾഡ് യൂറോപ്യൻസ്. ഈ കോണ്ടിനെന്റ്സിലുള്ള ജനങ്ങളെയാണ് എന്ത് യൂറോപ്യൻസ് എന്ന് വിളിക്കുന്നത്. ദ പോർച്ചുഗൽ, ദ ഡച്ച് നെതർലാൻഡ്സ്, ദ ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് ആൻഡ് ദ ഫ്രാൻസ് കെയിം ടു ഇന്ത്യ ഫ്രം യൂറോപ്പ് ഫോർ ട്രേഡ്. എന്താണ് യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണെന്ത് പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ അല്ലേ എന്നിവർ. They colonized India and took the raw materials from here to their lands. Among them, the English colonized India for the longest period. എന്താണ് ഇവിടെ പറയുന്നത്, ഡച്ച് എന്താണ് ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരിക്കുന്ന ആരാണ്, ഇംഗ്ലീഷുകാരായിരുന്നു, ഇംഗ്ലണ്ടുകാരായിരുന്നു അല്ലേ. ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി also had a significant impact on the cloth manufacturing. The increase in demand for clothing led to the development of more advanced weaving machines. Production increased with the help of machines. Clothes with better quality and variety reached more people. Artificial dyes began to be used to color clothes. എന്താണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും പിന്നെ അതുപോലെ എന്താണ് വസ്ത്രങ്ങളിൽ വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു അല്ലെ. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വസ്ത്രങ്ങൾക്ക് ആവശ്യം കൂടി അല്ലെ. അതിലുള്ള വർധനവ് കൂടുതൽ എന്താണ് നവീനമായ ഈ നെയ്ത്ത് യന്ത്രങ്ങളുടെ ഈ വികാസത്തിന് എന്താക്കി വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ എന്താക്കി കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഡൈസ് അല്ലെ ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഡ്രസ്സിന് കളർ ചെയ്യാൻ. കണ്ടോ, വെറൈറ്റി ഓഫ് ക്ലോത്തിങ് ആൻഡ് ക്ലോത്ത്സ് അല്ലേ. എന്താണ് വെറൈറ്റി ഓഫ് ക്ലോത്തിങ്, വൈവിധ്യമാർന്ന വസ്ത്രങ്ങളും തുണികളൊക്കെയാണ് കാണുന്നത് അല്ലേ. ദെൻ ദ കളർ ഓഫ് വെറൈറ്റീസ് ഫൗണ്ട് ഇൻ മോസ്റ്റ് ഓഫ് അവർ clothing we use today were made by mixing these type of dyes. Notice the quality
qualitative changes that took place in the textile field when the machines began to be used for manufacturing clothes. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണ വൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അല്ലേ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും എന്താണ് കാണുന്ന ഈ വർണ്ണ വൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇന്ന് പല ഡ്രസ്സ് കളറും കാണുന്നുണ്ട് അല്ലെ. ഒരു ഡ്രസ്സ് മാത്രമാണ്, ഒരു കളർ മാത്രമാണ് കാണുന്നത് അല്ല, പല ടൈപ്പ് കളറുകളും ഇന്ന് കാണുന്നുണ്ട് അല്ലെ. ഈ വർണ്ണവൈവിധ്യം എന്താണ്, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ്? ചേഞ്ചസ് ബ്രോഡ് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. എന്താണ്? യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാ? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് അല്ലെ. എന്താണ്? വസ്ത്ര ഉത്പാദനത്തിലെ വർധനവ്, റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ക്വാളിറ്റി ക്ലോത്തിങ്, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനം. ഇതൊക്കെയാണ് ഈ വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബ്രോട്ട് അബൌട്ട് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻസ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ both natural and synthetic fibers are used to manufacture clothes. Natural fibers are produced from animals and plants. The discovery of synthetic fibers led to the production of clothes of different textures and qualities. The use of synthetic fibers such as polyester and nylon helped to make clothing more durable and cost effective. എന്താണ്? വസ്ത്ര നിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും അല്ലെ മാനുഫാക്ചർ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെ. എന്താണ്? പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട് ഈ വസ്ത്ര നിർമ്മാണത്തിന് അല്ലെ. ഡ്രസ് മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സിന് എന്താണ്? ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് എന്ത് നാച്ചുറൽ ഫൈബേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നാണ് എന്ത് നാച്ചുറൽ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? The discovery of synthetic fibers led to the production of clothes of different textures and qualities. എന്താണ്? ഈ സിന്തറ്റിക് ഫൈബേഴ്സിന്റെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് ആസ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ. പോളിസ്റ്റർ, നൈലോൺ എന്നുള്ളതിന്റെ ആ സിന്തറ്റിക് ഫൈബേഴ്സിന്റെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഈ സിന്തറ്റിക് ഫൈബേഴ്സ് ഉപയോഗിച്ചുള്ള പോളിസ്റ്ററും നൈലോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താക്കി ഈ നല്ല ഈട് നിൽക്കുകയും ചെയ്യും. പിന്നെ ചെലവ് കുറഞ്ഞ ഉള്ള വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. ഇത് യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഓക്കെ, ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എന്താണ്? വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫൈബേഴ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട് അല്ലേ. നാച്ചുറൽ ഫൈബേഴ്സ് ഫ്രം ആനിമൽസിൽ നിന്നാണ് അല്ലേ. ഉദാഹരണം എക്സാമ്പിൾ എന്താ? വൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ് ആൻഡ് സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിൽക്ക് വേംസ്. ഈ ചെമ്മരിയാടിൽ നിന്ന് ഷീപ്പിൽ നിന്ന് എന്താണ്? വൂള് ലഭിക്കുന്നു അല്ലേ. പിന്നെ ഈ സിൽക്ക് വേമിൽ നിന്ന് എന്താണ്? സിൽക്കും ലഭിക്കുന്നു. ഓക്കെ, ഷീപ്പിൽ നിന്ന് വൂള് ലഭിക്കുന്നു, സിൽക്ക് വേമിൽ നിന്ന് സിൽക്ക് ലഭിക്കുന്നു. ഇനി എന്താണ്? ഫ്രം പ്ലാന്റ്സ്. എന്താണ് എക്സാമ്പിൾ? കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട് പ്ലാന്റ്സ് റെസ്പെക്റ്റീവ്ലി അല്ലേ. ഈ കോട്ടണും ജൂട്ടും എന്താണ്? ചെടികളിൽ നിന്ന് എന്താണ്? ഈ ജൂട്ട് പ്ലാന്റ്സിൽ നിന്ന് ജൂട്ട് ഫൈബറും കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് കോട്ടൺ ഫൈബേഴ്സും കിട്ടുന്നുണ്ട് അല്ലേ. ഈ സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണ്? സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. ഇറ്റ് ഓൾസോ ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് നോട്ട് റിംഗ്ലിംഗ് ക്വിക്ലി. എക്സാമ്പിൾ പോളിസ്റ്റർ, നൈലോൺ, റയോൺ എക്സെട്ര. ഈ പെട്രോളിയം പോലുള്ള ഈ പെട്രോളിയം പോലുള്ള കെമിക്കൽസ് നിന്നാണ് എന്ത്? ഈ സിന്തറ്റിക് ഫൈബേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. നാച്ചുറൽ ഫൈബേഴ്സിനേക്കാൾ ഈ സിന്തറ്റിക് ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ എന്താണ്? ചെലവ് കുറവാണ്. പെട്ടെന്ന് എന്താണ്? ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. പെട്ടെന്ന് എന്താണ്? ഇത് ചുളിവുണ്ടാവില്ല.
നോട്ട് റിങ്കിളിങ് ക്വിക്ലി അല്ലേ, പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം ഏതൊക്കെയാണ്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ, ഇതൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് അല്ലേ. ദെൻ complete the table by finding the organisms and plants from which natural fibers are produced. എന്താണ് ഈ ഫൈൻഡിങ് organisms plants from which natural fibers are produced. പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് ഈ എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൂളയിൽ നിന്നാണ്, ഷീപ്പിൽ നിന്ന് അല്ലേ. പിന്നെ സിൽക്ക് വേം, കോട്ടൺ പ്ലാന്റ്, ജൂട്ട് പ്ലാന്റ് അല്ലേ. കളക്ട് സ്ക്രാപ്പ് പീസസ് ഓഫ് ക്ലോത്ത്സ് ബൈ വിസിറ്റിംഗ് എ ടൈലറിംഗ് ഷോപ്പ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഡിഫറൻഷിയേറ്റ് ദ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പേസ്റ്റ് ദം ഓൺ ദ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ പ്രദേശത്തെ തുന്നൽക്കട സന്ദർശിച്ച് എന്താണ് ഒരു പായത്തുണി കഷ്ണങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ, അതായത് സിന്തറ്റിക് ഫൈബറും നാച്ചുറൽ ഫൈബറും കൊണ്ട് ഉണ്ടാക്കിയ തുണികൾ വേർതിരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് എന്താക്കുക ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ സിമ്പിളാണ്. ഇത് നമ്മൾ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡ്രസ്സുകളാണ് നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ നൂലുകൾ എന്തൊക്കെയാണ്, ഏത് ടൈപ്പ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. നാച്ചുറൽ ഫൈബർ ഉണ്ട്, സിന്തറ്റിക് ഫൈബർ ഉണ്ട്, അതൊക്കെ പഠിച്ചു. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.